ഹായ് എവരി വൺ, വെൽക്കം ടു ദ വുമൺ ഓഫ് ഓണർ സീരീസ്. ഇന്ന് എല്ലാവർക്കും മെയ് ദിന ആശംസകൾ നേരുന്നു. ഇന്ന് ഒരു പുതിയ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചു. പുതിയ മാസത്തിൻ്റെ ഒന്നാമത്തെ ദിവസം. എല്ലാവരും സന്തോഷവും സുഖവുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അനേകർക്കും ഇന്ന് ഹോളിഡേ ഉള്ള ദിവസമാണ്. എല്ലാവരും എൻജോയ് ചെയ്യാനുള്ള പ്ലാനൊക്കെ ചെയ്തിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാൻ പറയാൻ പോകുന്നതായ വിഷയം ടിപ്സ് ടു അച്ചീവ് സക്സസ്. അതായത് നമുക്ക് വിജയം കരസ്ഥമാക്കാനായിട്ടുള്ള ഏതാനും ടിപ്സുകൾ. ഒരു ജീവിതത്തിൽ നമ്മൾ എന്തെങ്കിലും കൈവരിക്കണമെന്ന് നമുക്ക് ഒരാഗ്രഹമില്ലാതെ ഒരു കാര്യവും നടത്തുവാനായിട്ട് സാധിക്കത്തില്ലെന്ന് നമുക്കറിയാം. എന്നാൽ പലപ്പോഴും ആഗ്രഹമുണ്ടെങ്കിലും അതെങ്ങനെ കൈവരിക്കണമെന്ന് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളും നമുക്കുണ്ടാകാറുണ്ട്. ഒരു ശരിയായ ഒരു ഗൈഡൻസ് കിട്ടാതെയും അതുപോലെ തന്നെ സമയം എങ്ങനെ പ്രയോജനപ്പെടുത്തി വേണ്ട രീതിയിൽ നമ്മളത് ചെയ്യണമെന്നൊന്നും അറിയാത്തത് കൊണ്ടും അതുപോലെ തന്നെ മറ്റുള്ളവരിൽ നിന്നുള്ള ഇൻഫ്ലുവൻസ് കൊണ്ടൊക്കെ നമുക്ക് പലപ്പോഴും അതൊക്കെ സാധിക്കാതെ വരാറുണ്ട്. എന്നാൽ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള ഏതാനും ചില ടിപ്സ് പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ആദ്യമായിട്ട് നമ്മളുടെ ഈ ഡിസ്കംഫർട്ട് എന്ന് പറയുമല്ലോ, അതായത് ഒരു അതിൻ്റെ ശരിയായ മലയാളം വാക്ക് എനിക്ക് അത്ര പിടികിട്ടുന്നില്ല. എങ്കിലും നമ്മളുടെ ആ ഒരു കംഫർട്ടിൻ്റെ ഓപ്പോസിറ്റായ ഡിസ്കംഫർട്ട്, അത് നമ്മൾ എംബ്രേസ് ചെയ്യുവാനായിട്ട്, അതായത് ഇതിനെ ആലിംഗനം ചെയ്യുവാനായിട്ടുള്ള ഒരു മനസ്സ് വേണം. നമ്മൾ വളരണമെങ്കിൽ എപ്പോഴും നമ്മളുടെ കംഫർട്ട് സോണിന് വെളിയിൽ വന്നാൽ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് സക്സീഡ് ആകുവാനായിട്ട്, നമ്മൾ വിജയം കരസ്ഥമാക്കണമെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ കൂടെ വരുന്നതായ ചാലഞ്ചസുകളെ നമ്മൾ അത് ഉൾക്കൊള്ളുവാനും അത് സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രത്യേകമായിട്ട് അത് കംഫർട്ടബിളായിട്ട് തോന്നും. പക്ഷേ നമുക്ക് പേടിയുള്ള കാര്യങ്ങൾ, അതുപോലെ നമുക്ക് അത്രമാത്രം അസ്വസ്ഥത ഉണ്ടാക്കുന്ന പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ഭയപ്പെടാതെ നമ്മളതിനെ ചാലഞ്ചസിനെ ഉൾക്കൊള്ളുവാനായിട്ട് സാധിക്കണമെന്ന്. അതുപോലെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സംസാരിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മൾ ശ്രവിക്കുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേക ലിസൺ മോർ ദാൻ യു സ്പീക്ക്. നമ്മൾ ശരിക്കും മറ്റുള്ളവരെ ശ്രദ്ധിക്കുമ്പോൾ അത് നമുക്ക് പല കാര്യങ്ങളും മനസ്സിലാകുവാനായിട്ട് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമുക്കൊരു കാര്യങ്ങളുമായിട്ട് ബെറ്ററായിട്ട് അത് കണക്ട് ചെയ്യുവാനായിട്ടും സാധിക്കുന്നുള്ളതാണ്. അതുപോലെ അത് ഹാർഡായിട്ടുള്ള കാര്യങ്ങൾ ആണെങ്കിൽ അതിന് നമ്മൾ വളരെയേറെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിന് അറ്റൻഷൻ കൊടുത്തുകൊണ്ട് നമ്മൾ മറ്റുള്ളവർ സംസാരിക്കുന്നത് ശ്രദ്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ചെയ്യണമെന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളും അതിൽ നിന്ന് നമുക്ക് പഠിക്കുവാനായിട്ടും സാധിക്കുന്നു. അതുപോലെ നല്ല കണക്ഷൻസ്, മറ്റുള്ള ജനങ്ങളുമായിട്ടുള്ള നല്ല കണക്ഷൻസ് നമുക്ക് ഉണ്ടാകുന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകും. അതായത് നമ്മൾ സംസാരിക്കുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മൾ മറ്റുള്ളവരെ ശ്രവിക്കുവാനായിട്ട് നമ്മൾ മനസ്സ് കാണിക്കണം. അതുപോലെ തന്നെയാണ് മറ്റുള്ളവർക്ക് വാല്യൂ കൊടുക്കുക എന്നുള്ളത്, അതായത് ക്രിയേറ്റ് വാല്യൂ ഫോർ അതേഴ്സ്. അത് നമ്മളുടെ ഒരു സക്സസ്സിന് നമുക്ക് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾക്കതൊരു നല്ല വഴിയാണ്. നമ്മൾ വളരുകയും അതോടൊപ്പം തന്നെ നമ്മൾ മറ്റുള്ളവരിൽ കൂടെ ഒരു പക്ഷേ അവർ സഹായിക്കാം, അല്ലെങ്കിൽ അവർക്ക് അതിനുള്ള വഴി പറഞ്ഞു തന്നിരിക്കും. എങ്ങനെയായാലും
വാല്യൂ മറ്റുള്ളവർക്ക് നമ്മുടെ ജീവിതത്തിൽ കൊടുക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ജീവിതം ബെറ്ററായിട്ട് കൊണ്ടുനടക്കാനായിട്ട് നമ്മളുടെ വർക്ക് പ്ലേസിലായാലും അതുപോലെ തന്നെ മറ്റുള്ളവരോട് ഒരു കരുണ, ഒരു കൈൻഡ്നെസ്, അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് ഒക്കെയും നമ്മൾ മെച്ചപ്പെടുത്തി അങ്ങനെ ഒരു രീതിയിൽ ജീവിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ നാലാമതായിട്ട് പറയുമ്പോൾ നമ്മൾ പ്രവൃത്തിയിലേക്ക് കടക്കണം. ടേക്ക് ആക്ഷൻ ടു ബിക്കം സക്സസ്ഫുൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. കൺസിസ്റ്റൻ്റായിട്ടും അതുപോലെ തന്നെ നമ്മൾ വളരെ എസെൻഷ്യലായിട്ടുള്ള ആക്ഷൻസിന് എടുത്തെങ്കിൽ മാത്രമേ അത് നമ്മളുടെ ഗോളിലേക്ക് എത്തിച്ചേരുവാനായിട്ടുള്ള ആക്ഷൻ ടുവേർഡ്സ് അവർ ഗോള്, ആ ഗോളിൽ എത്തിച്ചേരുവാനായിട്ടുള്ള പ്രത്യേക വഴിയൊരുക്കി അതിൽ വേണ്ടി നമ്മൾ വളരെയധികം പ്രയത്നം ചെലുത്തേണ്ടതും അതുപോലെ എസെൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ വളരെ പ്രത്യേകമായിട്ട് ചെയ്യേണ്ടതും ആവശ്യമാണ്. അടുത്തതായി പറയുകയാണെങ്കിൽ അഞ്ചാമതായി അഡാപ്റ്റ് ടു ചേഞ്ച്. അതായത് നമ്മളുടെ ചുറ്റിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മൾ കുറച്ച് ഫ്ലെക്സിബിളായിട്ടിരിക്കണം. അതുപോലെ റെഡി ടു അക്സെപ്റ്റ് ചേഞ്ചസിനെ ഉൾക്കൊള്ളുവാനായിട്ടുള്ള ആ ഒരു മനസ്സ്, അതുപോലെ തന്നെ അഡ്ജസ്റ്റായിട്ട് ആ ഡയറക്ഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാനായിട്ട് ഒക്കെ നമ്മൾ മനസ്സ് കാണിക്കേണ്ടത് ആവശ്യമാണ്. നമ്മൾക്കറിയാമല്ലോ ഇപ്പോൾ ഉള്ളതായ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വാസ്റ്റാണ്. ദിവസം പ്രതി മാറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ ഇപ്പോൾ വർക്ക് പ്ലേസ് ആണെങ്കിലും എല്ലാ കാര്യങ്ങൾക്കും വ്യത്യാസമുണ്ട്. അതുപോലെ നമ്മൾ ജീവിക്കുന്ന ഈ ഡിജിറ്റൽ യുഗത്തിൽ ഇത് AI-യുടെ എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്താണ് ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾക്ക് അത്രയൊന്നും നോളജ് ഇല്ലെങ്കിലും നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും അതുപോലെ തന്നെ അത് ഉൾക്കൊള്ളുവാനുമുള്ള മനസ്സ് കാണിക്കണം. എങ്കിലേ നമ്മൾക്ക് വിജയം കൈവരിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മൾ ഫീഡ്ബാക്ക് എടുക്കുക എന്നുള്ള ഒരു കാര്യം. നമ്മളുടെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പോൾ നമ്മളുടെ പ്രവൃത്തികൾ എന്തായാലും നമ്മളുടെ ഒരു പക്ഷേ ബിസിനസ്സായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേറെയുള്ള ഒരു പ്രോജക്റ്റ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലായിട്ട് മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ കൊടുക്കുന്നതായിരിക്കും, എന്തായാലും. അപ്പോൾ നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് ഒരു ഫീഡ്ബാക്ക് അത് എടുക്കേണ്ടത് ആവശ്യമാണ്. അതായത് കൺസ്ട്രക്റ്റീവായിട്ട് ക്രിറ്റിസിസം ഇല്ലാതിരുന്നാൽ, അത് കേട്ടില്ലെങ്കിൽ എന്താകുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് നമ്മൾക്ക് തോന്നും. അതേ സമയത്ത് മറ്റുള്ളവരെന്ത് പറയുന്നു എന്നുള്ളത് കൂടെ നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ പഠിക്കുവാനും കുറച്ചുകൂടെ ബെറ്ററായിട്ട് നമുക്കത് അതിനെ പ്രസൻറ്റ് ചെയ്യുവാനായിട്ടും സഹായിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതായ ഈ ടിപ്സൊക്കെ ഏതെങ്കിലും വേറെ വീഡിയോയിൽ റിപ്പീറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തൊക്കെ ക്ഷമിക്കണം. കാരണം ചില കാര്യങ്ങളൊക്കെ കോമൺ ആയിട്ടുള്ളതായതുകൊണ്ടാണ്. ഒരിക്കൽ കൂടെ പറയുകയാണ്, വളരെ സിമ്പിളായിട്ട് പോകുമ്പോൾ എംബ്രേസ് ഡിസ്കംഫർട്ട്, ലിസൺ മോർ ദാൻ യു സ്പീക്ക്, അതേപോലെ ക്രിയേറ്റ് വാല്യൂ ഫോർ അതേഴ്സ്, ടേക്ക് ആക്ഷൻ, അഡാപ്റ്റ് ദ ചേഞ്ച്, ടേക്ക് ഫീഡ്ബാക്ക്. ഇത്രയും കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പ്രകാരം നമ്മളുടെ കാര്യങ്ങളെ അച്ചീവ് ചെയ്യാനും നമുക്ക് അത് സക്സസ്സിലേക്ക് കൊണ്ട് നടത്തുവാനായിട്ടും സാധിക്കും. അത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ ചെയ്യണം, മടുത്തു പോകാതെ എപ്പോഴും അതിൻ്റെ പുറകിലൊരു ഫോളോ അപ്പ് ആവശ്യമാണ്. എല്ലാവർക്കും നല്ലൊരു സക്സസ് നേർന്നുകൊള്ളുന്നു. ഈ മാസം എല്ലാവർക്കും സന്തോഷവും സമാധാനവും സമൃദ്ധിയും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബൈ ടു ഓൾ. ബൈ.